ഈ നാട്ടിൽ അതിക്രമത്തിന് ഇരകളാകുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പോലീസിൽ നിന്നും നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാമോ? ആലപ്പുഴ പൂച്ചാക്കലിൽ ഒരു ദളിത് പെൺകുട്ടിയെ പട്ടാപ്പകൽ നടുറോഡിലിട്ട് മർദ്ദിച്ച കേസിൽ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടും CPM ബന്ധമുള്ള പ്രതികളെ സംരക്ഷിക്കുകയാണ് പോലീസ് ചെയ്തത്. അതോടെ നിലാവെന്ന ആ പെൺകുട്ടി നീതി തേടിയെത്തിയത് ന്യൂസ് 18 മുന്നിലാണ്. അവളുടെ കണ്ണീരും വേദനയും ഞങ്ങൾ പുറം ലോകത്തെ അറിയിച്ചു. പിന്നാലെ മറ്റു മാധ്യമങ്ങളും വാർത്ത ഏറ്റെടുത്തതോടെ നിലാവിന്റെ നിലവിളി നിയമസഭയിൽ വരെ മുഴങ്ങി. ഒടുവിൽ അവളെ ആക്രമിച്ച പ്രതികളായ ഷൈജുവിനെയും ശൈലേഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പ്രതികൾക്കെതിരെ മാത്രമല്ല, കേസ് ഒതുക്കാൻ ശ്രമിച്ച പോലീസിനെതിരെയും നടപടി വേണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതികൾ ഒളിവിലാണ് എന്നുള്ള വിവരമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഈ തൈക്കാട്ടുശ്ശേരി സ്വദേശിയായ ഷൈജു, ഒപ്പം തന്നെ ഷൈജുവിന്റെ സഹോദരൻ ശൈലേഷ്, ഇവർ രണ്ടുപേരുമാണ് ആ ദൃശ്യങ്ങൾ പ്രധാനമായും നിലാവെന്ന 19-കാരിയായ ദളിത് യുവതിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പ്രധാനമായി കാണുന്നത്. ഇവർ ഒളിവിലാണ് എന്നായിരുന്നു പോലീസ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെയോടെ നിയമസഭയിലേക്ക് വിഷയങ്ങൾ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് നാടകീയമായി ഇവരുടെ അറസ്റ്റ്, രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും സന്തോഷകരമായ ഒരു അനുഭവം തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഈ നിലാവിനേറ്റ മർദ്ദനം, അത് ഒരു ദളിത് പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന, നടു റോട്ടിൽ നേരിടേണ്ടി വന്ന മർദ്ദനത്തെ സംബന്ധിച്ച് ന്യൂസ് 18 കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ ഈ വാർത്ത പുറത്തേക്ക് വിടുമ്പോൾ ഇത് സംബന്ധിച്ച് ആ പെൺകുട്ടിയും പ്രതികരണവുമായി നമ്മളോടൊപ്പം എത്തിയിരുന്നു. ക്രൂരമായ മർദ്ദനത്തിന്, അടിവയറ്റിലടക്കം ചവിട്ട് കിട്ടി, മൂത്രമൊഴിക്കാൻ പോലും പോകാൻ കഴിയാത്ത രീതിയിൽ ക്രൂരമായ മർദ്ദനത്തിനാണ് താൻ ഇരയായത് എന്നുള്ളതാണ് അന്ന് നിലാവ് നമ്മളോട് തുറന്നു പറഞ്ഞത്. ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് നിലാവിന്റെ സഹോദരങ്ങളെ തൈക്കാട്ടുശ്ശേരിയിലെ, പൂച്ചാക്കൽ തൈക്കാട്ടുശ്ശേരിയിലെ റോഡിൽ വെച്ച് ഈ ഷൈജുവും ഒപ്പം തന്നെ ഷൈജുവിന്റെ സഹോദരൻ ശൈലേഷും അവിടെ റോഡരികിൽ മദ്യപിച്ചുകൊണ്ടിരുന്ന ഇവർ ആക്രമിക്കുന്നത് കണ്ട ഓടിച്ചെന്ന നിലാവ് അത് തടയാൻ ശ്രമിച്ച നിലാവിനെതിരെ ആണ് പിന്നീട് ആക്രമണം നടന്നത്. ഷൈജു മുടിക്ക് കുത്തിപ്പിടിച്ച ആ യുവതിയെ താഴത്തേക്കിട്ട്, യുവതി എന്ന് പോലും പറയാം, 19 വയസ്സുള്ള പെൺകുട്ടിയാണ്, അവരെ താഴേക്കിട്ട് ചവിട്ടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. 3 മണിക്ക് അവിടെ എത്തിയ, ഈ സ്പോട്ടിലേക്ക് എത്തിയ അന്വേഷണ സംഘം, പൂച്ചാക്കൽ SI നേതൃത്വത്തിലുള്ള സംഘം, അവിടെ പൂച്ചാക്കൽ പോലീസ് അവിടെ എത്തുന്നു. അവിടെ എത്തിയ ഈ സംഭവ സ്ഥലത്ത് ഈ പെൺകുട്ടി മർദ്ദിക്കപ്പെട്ട ദൃശ്യങ്ങൾ പോലീസിന് കൈമാറുന്നു. പോലീസിന് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നു. പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ട തികഞ്ഞ ഉദാസീനതയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് ന്യൂസ് 18 ചൂണ്ടിക്കാട്ടിയിരുന്നു. 3 മണിക്ക് താൻ ആക്രമിക്കപ്പെട്ടു എന്നുള്ള വിവരം നൽകുമ്പോഴും രാത്രി 8 മണിക്ക് ന്യൂസ് 18 വാർത്താ സംഘം പൂച്ചാക്കൽ SIയെ ബന്ധപ്പെടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ കേസും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നിലാവ് മർദ്ദിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്. ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ടതിന് ശേഷം പിന്നീട് ഉചിതമായ ഒരു നടപടി ഉണ്ടാവുകയും പോലീസ് വേഗത്തിൽ FIR ഇടുകയും ചെയ്തു, കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇരട്ട നീതി നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവായിരുന്നു പൂച്ചാക്കലിൽ 19 വയസ്സുകാരിയായ പെൺകുട്ടി ആക്രമിക്കപ്പെട്ട സംഭവം. ഇതാണ് നമ്മൾ ഉയർത്തിക്കാട്ടിയതും.